محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. المبعوث فينا زدت بالأمر المطاع. بشارت المدينة مرحبا يا خير داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. قد لبست ثوب عز بعد تلفيق الرقاع. أنت في كل جميل وجمال يا مطاع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الأول والآخر الظاهر والباطن جل جلاله سبحانه لا إله إلا هو حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ആദി സമാനിൽ ഉദിച്ച നബി ആലമിതാകെ നയിച്ച നബി ആഖിറലോകമിലധിപതിയൻ അല്ലാഹുവിന്റെ ഹബീബ് നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അമ്പമലയിൽ ചെന്ന നബി അർശും കുർസും കണ്ട നബി അധിക മനോഹര താഹ നബി അജബിലും അജബൻ മുത്ത് നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരസമുല്ല പരിശോഭിതമാണ് നബിയുള്ള പരിശുദ്ധ റസൂലോരെ പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരസമുല്ല പരിശോഭിതമാണ് നബിയുള്ള പരിശുദ്ധ റസൂലോരെ ലാഹൂത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളിപതിരേ ലാഹൂത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളിപതിരേ നിറഞ്ഞൊരു നായകരെ നബിയെ സബറേ റൂഹേ ലോകം പാടേത്ത പുരാണവനേകിയതിൻ്റോറേ ആ ചിഹ്നം ജമല ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്ത് കുരുത്തൊരു പേര് മുഹമ്മദരേ ജിന്നും ജബല ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്ത് കുരുത്തൊരു പേര് മുഹമ്മദരേ ഖുദ്സിന്റെ മിനാരമിലോളെ വാനമിലേറി പറന്നവരെ മിറാജിൽ മന്നാനത്ത് മുനാജ നടത്തിയതും അജബേ മുനാജ നടത്തിയതും അജബേ പറുദീസയിലുണ്ടൊരു മുല്ല
ഉള്ളിലുറച്ചോളി കണ്ണുള്ളോർക്കൊന്നും കണ്ണിൽ കാഴ്ചകളറിയൂല കരളിൻ പെറ്റും മാനെ വാങ്ങാനൊക്കൂല ഏറെ പൊറുക്കാനും ഏറെ സഹിക്കാനും ഏറെ പൊറുക്കാനും ഏറെ സഹിക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ് ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം പോട്ടോളി ബുദ്ധിമതിയാ മുത്തറസൂലി തൂമൊഴിയുള്ളിലുറച്ചോളി ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം പോട്ടോളി ബുദ്ധിമതിയാ മുത്തറസൂലി തൂമൊഴിയുള്ളിലുറച്ചോളി അള്ളാഹുവിന്റെ ആരംഭമായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി മുത്ത് റസൂലുള്ളാഹി മുത്ത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് മദ്ഹ് ഇങ്ങനെ എന്ത് പറയാൻ പാടാൻ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എവിടെയാവട്ടെ ആരംഭപ്പൂവായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദ് പറയാൻ ഒരുമിച്ച് കൂടിയാൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാവും. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തും കൃപയും കാരുണ്യവും അവിടെ ഒരുമിച്ച് കൂടിയവർക്ക് എല്ലാവർക്കും ലഭിക്കുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ വസാഇൽ ഫീ ശറഹി ശമാഇൽ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ നമ്മൾ ചൊല്ലുമ്പോ നമ്മൾ കൂടെ ചെല്ലൂലേ? റെഡിയല്ലേ? ഈ ഉസ്താദ്മാരൊക്കെ ഇന്നലെയും മിനിയാന്നും ഇനി നാളെയും ഒക്കെ കുറെ പരിപാടിയുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഉറക്കിന് ചെല്ലാതെ നമുക്ക് റാഹത്തുണ്ടാവുള്ളൂ. ചെല്ലൂലേ? നമ്മൾ റെഡിയല്ലേ? റെഡിയല്ലേ? ആണ് പറയും. റെഡിയല്ലേ? സ്വലാത്തില്ലല്ലേ? ചെല്ലൂലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗണ്ടില്ലല്ലോ നമുക്ക് കേൾക്കുന്നില്ല. നമ്മൾ മുമ്പത്തെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഇതിനേക്കാളും ഉഷാറായിട്ട് സ്വലാത്തില്ല. നിങ്ങൾ മോശക്കാരാ ആണോ? അല്ലല്ലോ. ഉറക്കിന് ചെല്ലൂലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു
صلوات تحيات عليه السلام صاحب البرد والرفرف الأعلى رسول الله صلوات تحيات عليه السلام بدر الهدى نورا يطفي نار الكفر فلما قد بدا سكن دين الهدى والسلام صاحب البرهان والرفرف على رسول الله صلوات تحيات عليه السلام صاحب البرهان والرفرف على رسول الله صلوات تحيات عليه السلام بدرയുദാ കാളം തന്നെ പാടവട്ടി വിജയിച്ച അമ്മാന്യർ ശുഹദാഉൽ ബദരീങ്ങളെ بدرയുദാ കാളം തന്നെ പാടവട്ടി വിജയിച്ച അമ്മാന്യർ ശുഹദാഉൽ ബദരീങ്ങളെ റസൂലാണവരുടെ ഉശിര് 313 റസൂലാണവരുടെ ഉശിര് മുന്തും ഈമാനിൽ വിളങ്ങണം ബദരീങ്ങളെ بدرയുദാ കാളം തന്നെ പാടവട്ടി വിജയിച്ച മഹാനാർ ശുഹദാഉൽ ബദരീങ്ങളെ بدرയുദാ കാളം തന്നെ പാടവട്ടി വിജയിച്ച മഹാനാർ ശുഹദാഉൽ ബദരീങ്ങളെ ഒരു കുലമന്ദിരി വകിടുവാനായി നാലണപ്പേര് ഉണ്ട് കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഖി ഒരു കുലമന്ദിരി വകിടുവാനായി നാലണപ്പേര് ഉണ്ട് കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ
നബിതൻ അഴകിന്റെ മഴവിൽ ഒളിവായി നിറവായി അറഫ മലക്ക് സലാം ചൊല്ലി പാടി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്ക് വിളിയാളം നീ കേൾപ്പിക്ക് അറഫ മലക്ക് സലാം ചൊല്ലി പാടി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്ക് വിളിയാളം നീ കേൾപ്പിക്ക് അസ്സദുലില്ലാഹി റളിയല്ലാഹു ചാടിട്ടസ്വദ് അവിടത്തെ മാറേട അസ്ഹബർ ഹൗലിനാരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട അസ്സദുലില്ലാഹി റളിയല്ലാഹു ചാടിട്ടസ്വദ് അവിടത്തെ മാറേട അസ്ഹബർ ഹൗലിനാരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട നരുന്ന പടവണം ഉടനടി പിടുത്തപ്പോൾ ഒരു വിട്ട് കൊടുത്തപ്പോൾ പുലി ഹംസ തടുത്ത് മുത്തബത്തും ശൈബത്തും വലീദും മറിഞ്ഞല്ലോ ഓ അല്ലാഹുവിനായ മാർഗം തെളിഞ്ഞല്ലോ അസ്സദുലില്ലാഹി റളിയല്ലാഹു ചാടിട്ടസ്വദ് അവിടുന്ന് മാറേട അസ്ഹബർ ഹൗലിനാരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട മദ്ദലി ഖൈറിൽ ഖൽഖിയദ അഹദുൻ ഇല്ലാ വബിഹി സഇദ വലിദാക മദദ്തു ഇലൈഹി യദ വബിദാലിക കുന്തു മിനസ് സുഅദ വബിദാലിക കുന്തു മിനസ് സുഅദ മദ്ദലി ഖൈറിൽ ഖൽഖിയദ അഹദുൻ ഇല്ലാ വബിഹി സഇദ വബിദാലിക മദദ്തു ഇലൈഹി യദ وبذلك كنت من السعداء وبذلك كنت من السعداء لله السما وعلا قدرا وماذا بكل علا فالكل بدعوته يصلى بالله وهذا به المدد بالله وهذا به المدد ما خير الخلق يدا أحد إلا وبه سعيدا وبذلك كنت إليه يدا وبذلك كنت من السعداء وبذلك كنت من السعداء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من دار خلد ران من سلامي زدت دمعا جرى من مقلة بدمي محبات الريح من تلقاء كاظمة
ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു ഈ മൂല്യന്മാരെത്താം ഇവരിങ്ങനെ വന്നിട്ട് എപ്പോഴും ഹലോ 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 ചെക്ക് ഹലോ ഹലോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറ്റും. സംഗതി ഇന്നിപ്പോൾ 2 പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലെ പരിപാടി, ഉച്ചയ്ക്ക് പരിപാടി, രാത്രി പരിപാടി, അതിലായിട്ട് ഫുള്ള് ഒപ്പിച്ച് കൊണ്ടുപോകണ്ടേ. ഈ ചെറിയ ശബ്ദമുണ്ട്, നമ്മളെല്ലാവർക്കും ആവശ്യമാണ്. പിന്നെ ഇതൊക്കെ പാടെ കൊണ്ടെടുക്കേണ്ടത്. ഈ സൗണ്ട് റെഡി ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യിപ്പിക്കുന്നത്. നമ്മളൊന്നും വിചാരിക്കരുത് നമുക്കെന്തോ കിബറാണോ ഉജുബാണോ അല്ല എന്തൊക്കെയോ വലിയ സംഭവമായിട്ടൊന്നുമല്ല. നമ്മുടെ ശബ്ദം ഭയങ്കര പ്രശ്നമാണ്. പാടിപ്പാടി ചിലപ്പോൾ നമുക്ക് നെഞ്ഞുവേദന വരും, ചിലപ്പോൾ ശ്വാസം മുട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം ഇവിടെ പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ മതി. നമുക്കിത് റബീഉൽ ഫുള്ള് 1 മുതൽ തുടങ്ങിയത് ഇതുവരെ പരിപാടി. അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നമ്മളൊക്കെ പൊരുത്തപ്പെട്ടിരണം. നമ്മളെ ഇൻഷാ അല്ലാഹ് ഈ ചെയ്യുന്നതിനും ചൊല്ലുന്നതിനൊക്കെ അള്ളാഹു ഏതായാലും നല്ല അർഹമായ പ്രതിഫലം നൽകും. ആരംഭപ്പൂവായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വലിയ മനസ്സിൽ ഒരു സ്ഥാനം ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഈ തർഹീബുകളും ഈ മാലകളും ഈ ലൈറ്റുകളൊക്കെ നമ്മൾ സംവിധാനിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ആരംഭപ്പൂവായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സന്തോഷത്തിൻ്റെ നെവർ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, ഇസ്ലാമിൻ്റെ ഏറ്റവും കഠിനമായ ശത്രുവാണ് അബൂലഹബ്. നമ്മളൊക്കെ തമാശക്ക് പറയലുണ്ട്, ഈ അബൂലഹബിനെ എങ്ങാനും അതെല്ലാവരെയും അവസാനം പിടിച്ച് സ്വർഗത്ത് കിട്ടാലും അബൂലഹബിനെ പിടിച്ച് സ്വർഗത്ത് കിട്ടാലും മുതലാവില്ല. അത്രമാത്രം ഇസ്ലാമിനെ വേദനിപ്പിച്ച മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച ഇത്രക്ക് നീചനും ക്രൂരനുമായ ഒരു മനുഷ്യൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടാവില്ല. ആ അബൂലഹബിന് പോലും നരകത്തിന്റെ അടിത്തട്ടിൽ ശാശ്വതനായി കിടക്കുന്ന അബൂലഹബ് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് പോലും കൊടുക്കാൻ കരുതിയിട്ടില്ലാത്ത അബൂലഹബ്. നരകം എന്ന് പറഞ്ഞാൽ അറിയാലോ, അള്ളാഹു റഹ്മത്തിന്റെ ഒരു ലാഞ്ചന പോലും അള്ളാഹു നരകത്തിൽ സംവിധാനിച്ചിട്ടില്ല. അവിടെയുള്ള മലക്കുകൾ നമുക്കുണ്ടല്ലോ, നമ്മളൊരാൾ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചാൽ ആക്രമിച്ചാൽ അയാളെ കുറേയൊക്കെ തല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദന തോന്നും. പാവല്ലേ, എന്തായാലും എന്നോട് എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും പാവല്ലേ, അയാൾക്ക് പുറത്തു കൊടുക്കാം. പക്ഷെ അള്ളാഹു നരകത്തിൽ പടക്കപ്പെട്ട സബാനിയാക്കളായ മലക്കുകളെ കൽബിൽ ഒരു റഹ്മത്തിന്റെ ലാഞ്ചന പോലും അവരിൽ പോലും അള്ളാഹു സംവിധാനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള മാലാഖമാരെയാണ് നരകത്തിൽ അള്ളാഹു കാവൽക്കാരായി നിർത്തിയിട്ടുള്ളത്. ആ നരകത്തിൽ റഹ്മത്തിന്റെ കണിക ലാഞ്ചന തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നരകത്തിൽ അബൂലഹബിന് തന്റെ കയ്യിന്റെ ഇടയിലൂടെ ശുദ്ധപാനീയം എല്ലാ ദിവസവും തിങ്കളാഴ്ച ലഭിക്കുന്നുണ്ട്. അയാൾ ചെയ്ത ഒരൊറ്റ കാര്യമാണ്, അയാൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അയാളെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു കാര്യം, അയാൾ ഒറ്റ കാര്യമാണ് ചെയ്തത്. അറേബ്യൻ നാട്ടിൽ 6-ാം നൂറ്റാണ്ടിൽ ആൺകുട്ടി ജനിക്കുക എന്നുള്ളത് അഭിമാനമായി കണ്ടിരുന്ന ഒരു കാലത്ത്, അത് മാത്രമേ അവർക്കുള്ളൂ. ആ അഭിമാനമായി കണ്ടിരുന്ന കാലത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് ഒരു ആൺകുട്ടി ജനിച്ചു. അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്ത് റസൂലുള്ളാഹി ഒരു ആൺകുട്ടിയായി ജനിച്ചു എന്ന ഒരു സന്തോഷം കൊണ്ട് തന്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ കാരണം കൊണ്ടാണ് മൂപ്പര അടിമ സ്തംഭത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കാരണം അത്രമാത്രം സമ്പന്നതയുള്ള ആളാണ് അന്നത്തെ കാലത്ത് അബൂലഹബ്. ആ അബൂലഹബ് തന്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു 10 രൂപ കൊടുത്തതുപോലെയാണ് തന്റെ സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചത്. ഈ ഒരൊറ്റ കാര്യം മൂപ്പര് ചെയ്തത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന അബൂലഹബിന് പോലും തന്റെ കൈയിന്റെ ഇടയിലൂടെ ശുദ്ധപാനീയം ലഭിക്കുന്നുണ്ടെങ്കിൽ മഹാന്മാർ ചോദിക്കുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ ജനിച്ച് പ്രായമായി പക്വത വന്നത് മുതൽ ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് പറയുമ്പോൾ, അവിടുത്തെ ജന്മദിനം വരുമ്പോൾ വല്ലാതെ സന്തോഷിച്ച് വല്ലാതെ ആത്മാർത്ഥമായി അതിന് ഇവിടൊക്കെ ഇരിക്കുന്ന നമുക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ നമുക്ക് ഭൗതികപരമായി ഒന്നും ലഭിക്കുന്നില്ല.
ആ നിലക്ക് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇവിടെ ഇരിക്കുന്നത് ഉറപ്പാണ്. നാളെ നമ്മൾ ഈ സന്തോഷിച്ചതിന്റെ കാരണം കൊണ്ട് അബൂലഹബിന് നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്റെ കയ്യിന്റെ ഇടയിലൂടെ ശുദ്ധപാനീയം ലഭിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഉറപ്പാണ് ഇതൊന്നും വെറുതെയാവില്ല. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ ദീനിന്റെ പ്രചാരകരാവാൻ, ഇത്തരത്തിൽ പാടി പറഞ്ഞ് അവിടുത്തെ ആയിരങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ പാടി പറഞ്ഞ് മുത്തുനബിയെ സ്നേഹിച്ച് അവിടത്തേക്ക് വേണ്ടി കഴിയുന്നതൊക്കെ ചെയ്ത് ഇവിടെ അവസാനം നമ്മൾ ഇവിടെ പിരിയുന്ന ഒരു സമയമുണ്ട്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ ഇനി ഇവിടെ ഒക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്ന ആ സമയത്ത് നമുക്ക് കാവൽ ലഭിക്കാൻ, നമുക്ക് ആ സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്തോഷത്തിന്റെ നവർ കിട്ടിയാൽ പോരെ, നമ്മുടെ ജീവിതം കഴിച്ചിലായില്ലേ. മോനെ പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എത്ര നേരം വൈകിയാലും മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ മജ്‌ലിസ് ആയതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന എന്റെ പാവപ്പെട്ട ഉമ്മത്തിലെ ഒരു മെമ്പർ എന്നെ ആഗ്രഹിച്ചു ഇരിക്കുന്നു എന്നൊരു സന്തോഷത്തിന്റെ ഒരു നവർ, ഒരു നോട്ടം കിട്ടിയാൽ മതി. നമ്മളെ ദുനിയാവും ആഖിറവും ഖബർ കഴിച്ചിലാവണ്ടേ, ആഖിറത്തിലേക്ക് പോകണ്ടേ, ഹിസാബില്ലേ, എന്തൊക്കെ ഇനി വരാനുണ്ട്, ഈ മരിക്കുന്നതിന് മുമ്പ് നന്നാവണ്ടേ, അതിനൊക്കെ സബബാകാൻ ഇത് മതി. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇതുപോലെ ഒരുപാട് റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ, അവിടുത്തെ പാടി പറഞ്ഞ് അവിടുത്തെ മനസ്സിൽ ഒരിടം പറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മദീനയിലെ മണൽ തരി പ്രണയം ചൊന്നു, മയങ്ങാൻ കൂട്ടായി പ്രണയം തീർത്തു. മദീനയിലെ കാർമേഘം പ്രണയം ചൊന്നു, പേമാരിയോടെ പ്രണയം തീർത്തു. മദീനയിലെ മണൽ തരി പ്രണയം ചൊന്നു, പ്രണയം തീർത്തു. മദീനയിലെ കാർമേഘം പ്രണയം ചൊന്നു, പേമാരിയോടെ പ്രണയം തീർത്തു. കാറ്റേ പ്രണയം തീർക്കുന്നുവോ, ഹബീബിന് കുളിരായി വീശുന്നുവോ. കാറ്റേ പ്രണയം തീർക്കുന്നുവോ, ഹബീബിന് കുളിരായി വീശുന്നുവോ. മദീനയിലെ മണൽ തരി പ്രണയം ചൊന്നു, മയങ്ങാൻ കൂട്ടായി പ്രണയം തീർത്തു. മദീനയിലെ കാർമേഘം പ്രണയം ചൊന്നു, പേമാരിയോടെ പ്രണയം തീർത്തു. ഹൃദയം ചേരുന്നതെന്നാണ് പുന്നാരനബിയെ ഞാൻ കാണുന്നതെന്ന, പുന്നാരറൗളയിൽ പോകുന്നതെന്ന, പുന്നാരം പൂവിട്ട എന്നോഹലോക
പെരുമഴ ഇന്ന് കൊള്ളണ് മുത്ത് റസൂലുള്ള മിഴി മുന്നിൽ സ്നേഹ പെരുമഴ ഇന്ന് കൊള്ളണ് മുത്ത് റസൂലുള്ള മിഴി മുന്നിൽ ഓത്തതോത്ത് ഞാനിരിക്കണ് നൂറുദിക്കണ കൽബില് ഓത്തിരിപ്പിൽ നെഞ്ച് പൊട്ടണ് ഞാനില്ലാത്ത കാഫില ഞാനില്ലാത്ത കാഫില الخلق ما لمن ألوذ به سواك عند حضور الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബുദ്ധിമുട്ടുള്ളവർ വേണം, ബാക്കിയുള്ളവർ മാത്രം എടുത്തിട്ട് നിന്ന് എണീറ്റെന്നാൽ നമുക്കൊന്ന് യാത്ര ചൊല്ലി ചെറിയ ദുആ ചെയ്ത് നമുക്കിവിടുന്ന് പിരിയാം. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാട്ടെ. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എപ്പോഴാണ് മരിക്കാന്നറിയില്ല. ഇന്നലെയും ഇനിയാവും ഒരുപാട് കൂട്ടുകാർ, ഉമ്മമാർ, ഉപ്പമാർ, നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് എത്ര ആളുകളാണ് മരണപ്പെട്ടത്. എപ്പോഴാണ് നമ്മളെ മരണം മാടി വിളിക്കുന്നതെന്നറിയില്ല. മരിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് നന്നാവണം. എന്തായാലും ഖബറിൽ പോയി കിടക്കണ്ടേ. എന്തായാലും അള്ളാഹുവിൻ്റെ ഹിസാബിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാനില്ല. അതിനു മുമ്പൊന്ന് നന്നാവണ്ടേ. ഒരു പക്ഷേ ഈ ഒരു യാക്രമ മജ്‌ലിസിൽ ആത്മാർത്ഥമായി ഇരുന്നതിൻ്റെ കാരണമാകാം ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടാനുള്ളത്. അള്ളാഹു നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലാക്കി തരട്ടെ. ഇതൊക്കെ നമുക്കുള്ളൂ, നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. നമ്മളൊരു അമാലുകൾ, ഇതൊക്കെ സമയം വൈകുന്നുണ്ടെന്നറിയാം, എങ്കിലും നമ്മുടെ കയ്യിൽ വേറൊരു അമാലുകൾ നമുക്ക് പറയാനും മുൻപിൽ വെക്കാനും നമുക്കില്ല. നമുക്കാകെയുള്ള ഒരേ ഒരു കാര്യം, ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹി. എല്ലാവരും മരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മൊമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ സക്കറാത്തിന്റെ കാലിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സമയം. ഇനി ഇവിടെ തീർന്നു, നമ്മൾ സംവിധാനിച്ചതും നമ്മൾ ഉണ്ടാക്കിയ എല്ലാം തീർന്നു എന്ന് ഉറപ്പിക്കുന്ന ഒരു സമയം. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. അസ്രായേൽ ഇങ്ങനെ വരുന്നത് നമ്മളെ കണ്ണോട് ഇങ്ങനെ നമ്മൾ കാണും.
ഈ ദുനിയാവിൽ കുറ്റും കുറ്റും ഹറാമും ഇങ്ങനെ ജീവിതം ഇങ്ങനെ തൊലച്ച് കളഞ്ഞ ആ സമയത്ത് എപ്പോഴൊന്നും ബോധം ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പറയും, കുറച്ച് സമയം. പക്ഷേ അവധി എത്തിയോ കഴിഞ്ഞു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ 60 കഴിഞ്ഞ ഉപ്പ, 40 കഴിഞ്ഞ ഉമ്മ, 15ഉം 20ഉം 25ഉം എത്തിയ പ്രിയപ്പെട്ട യുവാക്കളെ, തെറ്റിലും കുറ്റത്തിലുമായി ജീവിതം തൊലച്ചു കളയരുത്. എന്നാ ഇതൊക്കെ തീരായെന്നറിയില്ല. റീൽസും സിനിമയും മ്യൂസിക്കും അതിനേക്കാളുപരി രഹസ്യമായ ജീവിതത്തിൽ റൂമിൽ ആരും അറിയാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങളും ഇതൊക്കെ ഇനി നിർത്തിയില്ല എങ്കിൽ എപ്പോഴാണ് നമ്മൾ നിർത്തുക? അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ പൂതിയുണ്ട്, വീണ്ടും വീണ്ടും ഞങ്ങൾ തെറ്റിൽ അകപ്പെടുന്നു. അല്ലാ, ഞങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ. ഈ യാതൊക്രമ ഞങ്ങൾക്ക് അതിന് തൗഫീഖാക്കി തരണേ അല്ലാ. ولن يضيق رسول الله جاهك بإذا الكريم تهلى باسم منتقم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا نفس لا تقلقي من زلة عظمى ان الكبائر في غفران كالامم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم لعل رحمة ربه لا يقسمها تأتي على حسب عصيان في القسم يا ربي واجعل رجائي غير مناكسي لديك واجعل حسابي غير منخرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والكف بعبدك في دارين إن له صبرا متى تدعو الأقوال ينهزم وأذن لصحب صلاة منك دائمة على النبي بمنهل ومنسجم والآل والصحب ثم التابعين له أهل التقى والنقاء والحلم والكرم وارنا حتى ذبا طيبان ريح صبا وأقرب العسها بالعيس بالنغم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير بن طلحة وأبي عبيدة وبعوف عاشر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم بالمصطفى بلغ مقاصدنا واغفر لنا ما مضى
يا واسع الكرم يا واسع الكرم കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര മൂന്ന് കഷ്ണം തുണി ചുറ്റി മുറിയാതെ വിക്കറുകൾ ചൊല്ലി മൂന്ന് കഷ്ണം തുണി ചുറ്റി മുറിയാതെ വിക്കറുകൾ ചൊല്ലി കബറിലേക്കുള്ളൊരു പോക്ക് മനുഷ്യ നീ ചിന്തിച്ച് നോക്ക് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും ഏറ്റി ഒരു ദിനമുണ്ടോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാള കാവലും നിർത്തി കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാള കാവലും നിർത്തി നാട് ഭരിച്ചൊരു മന്നാ നീയും ഒരു പിടി മണ്ണാ നാട് ഭരിച്ചൊരു മണ്ണാ നീയും ഒരു പിടി മണ്ണാ കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര മേനിക്കുലുക്കി നടന്ന് നാട് വിറപ്പിച്ച പെണ്ണെ മേനിക്കുലുക്കി നടന്ന് നാട് വിറപ്പിച്ച പെണ്ണെ നീയും ഒരു നാൾ മരിക്കും നിന്നെയും കബറിലടക്കും നീയും ഒരു നാൾ മരിക്കും നിന്നെയും കബറിലടക്കും ആളുകൾ നിന്നെ പിരിഞ്ഞാൽ ആ മണ്ണിൽ നീ തനിച്ചായാൽ ആളുകൾ നിന്നെ പിരിഞ്ഞാൽ ആ മണ്ണിൽ നീ തനിച്ചായാൽ മുൻകർ നക്കീർ വരുന്നു മൺപൂക്ക ചോദ്യം ഇടുന്നു ഉത്തരമില്ലെങ്കിൽ പൊന്നേ എന്നും മാതാപാട് പിന്നെ കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك الله ഞങ്ങൾ ഇത്ര നേരം പാടിയത് പറഞ്ഞത് ഞങ്ങൾ കബൂലാക്കണേ അല്ലാഹ്